നടക്കാവ് ഉദനൂർ ഇടച്ചാക്കൈ റെയിൽവേ ഗേറ്റിലെ മേൽപ്പാലത്തിനുള്ള GAD റെയിൽവേ അംഗീകരിച്ചതായി മണ്ഡലം MLA M രാജഗോപാലൻ. ഒരു വർഷത്തിലേറെക്കാലമായി സാങ്കേതിക കുരുക്കിൽക്കെട്ട് കിടന്നിരുന്ന പ്രശ്നത്തിനാണ് ഒടുവിൽ പരിഹാരമായത്. റെയിൽവേ ചീഫ് എഞ്ചിനീയറുമായി നേരിട്ടും സംസ്ഥാന സർക്കാർ മുഖേനയും നിരവധി തവണ ഇടപെട്ടതിന്റെ ഫലമായാണ് റെയിൽവേ അംഗീകാരം നൽകിയതെന്നും M രാജഗോപാലൻ MLA അറിയിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള മുഖേന നടപ്പിലാക്കുന്ന വീരിച്ചേരി തൃക്കരിപ്പൂർ എന്നീ 2 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനു കൂടി വരും ദിവസങ്ങളിൽ അനുമതി ലഭിക്കുമെന്നും MLA പ്രത്യാശ പ്രകടിപ്പിച്ചു. 3 പദ്ധതികൾക്കുമായി നേരത്തെ 113.56 കോടി രൂപയുടെ അംഗീകാരം കിഫ്ബി നൽകിയിരുന്നു. പ്രവൃത്തികളുടെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിക്കുന്നത് കിഫ്ബിയാണ്. പദ്ധതിയുടെ GAD അംഗീകാരത്തിനായി 1 വർഷം മുമ്പ് റെയിൽവേക്ക് അപേക്ഷ സമർപ്പിച്ചെങ്കിലും സിൽവർ ലൈനിന്റെ അലൈൻമെന്റ് അനുസരിച്ചാണ് മേൽപ്പാലങ്ങളുടെ ഡിസൈൻ ക്രമീകരണമെന്ന് റെയിൽവേ അറിയിക്കുകയായിരുന്നു. സിൽവർ ലൈനിന്റെ അലൈൻമെന്റ് അംഗീകാരം നൽകാത്തതോടെ മേൽപ്പാലങ്ങളുടെ GAD അംഗീകാരവും വൈകി. തുടർന്ന് RBDCK പരിഷ്കരിച്ച അലൈൻമെന്റ് പ്ലാനിനൊപ്പം GDP വീണ്ടും റെയിൽവേയുടെ അംഗീകാരത്തിനായി അയച്ചു. എന്നിട്ടും അംഗീകാരം നൽകാതെ ഷൊർണൂർ മംഗളൂരു റൂട്ടിലെ പാത ഇരട്ടിപ്പിക്കലിന് ആലോചിക്കുന്നുണ്ടെന്നും ഇതിന്റെ അലൈൻമെന്റ് തയ്യാറാക്കിയാൽ മാത്രമേ മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും റെയിൽവേ അറിയിക്കുകയാണ് ഉണ്ടായത്. വൈകിയാണെങ്കിലും സാങ്കേതിക കുരുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞതിലൂടെ ഉദനൂർ ഗേറ്റിലെ മേൽപ്പാല നിർമ്മാണത്തിന് വേഗതയുണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ. ആവശ്യമായ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തിയാണ് ഇനി നടത്തേണ്ടത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.